എല്ലാവർക്കും നമസ്കാരം. ശരത് സാറാണ്. അപ്പോൾ നമ്മുടെ NDA എക്സാമിന് പ്രിപ്പയർ ചെയ്യുന്നവർക്ക് വേണ്ടി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ഷോർട്ട് വീഡിയോ ആണിത്. വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് സ്ഥിരമായിട്ട് റിപ്പീറ്റ് ചെയ്തു വരുന്ന സീക്വൻസസ് ആൻഡ് സീരീസിലെ 1-2 ക്വസ്റ്റ്യൻസ് നമുക്ക് ഈസി ആയിട്ട് പഠിക്കാം. അപ്പോൾ ഇതേപോലെയുള്ള NDAക്ക് ഉപകാരപ്രദമായ ക്ലാസ്സുകൾക്ക് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്നതിന് മറക്കരുത്. അപ്പോൾ നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് കയറാം. ശ്രദ്ധിച്ചിരിക്കണേ. ഇത് 3 പ്രീവിയസ് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. ഇതേ സെയിം മോഡൽ ക്വസ്റ്റ്യൻസ് സ്ഥിരം റിപ്പീറ്റ് ചെയ്ത് വരുന്നതാണ്. ഈസി ആയിട്ട് നിങ്ങൾക്ക് ആൻസർ ചെയ്യാൻ പറ്റും. അതിലെ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം. ദ തേർഡ് ടേം ഓഫ് എ ജോമെട്രിക് പ്രോഗ്രഷൻ ഈസ് 4. ഒരു ജോമെട്രിക് പ്രോഗ്രഷനകത്തെ മൂന്നാമത്തെ ടേം എന്ന് പറയുന്നത് 4 ആണ്. നമുക്കറിയാം ജോമെട്രിക് പ്രോഗ്രഷന്റെ ജനറൽ ആയിട്ട് പറയുകയാണെങ്കിൽ nth ടേം എന്താണെന്നറിയാം. nth ടേം എന്ന് പറയുന്നത് AR⁻n-1 ആണ്. അപ്പൊ നമ്മുടെ മൂന്നാമത്തെ ടേം തേർഡ് ടേം എന്നാണ് പറയുന്നത് അല്ലെ. അപ്പൊ തേർഡ് ടേം എന്ത് വരും? തേർഡ് ടേം ഇസ് ഈക്വൽ ടു AR⁻3-1, അതായത് AR². തേർഡ് ടേം എന്ന് പറയുന്നത് എന്താണ്? AR² ആണ്. ഈ AR² ആണ് 4 എന്ന് പറഞ്ഞേക്കുന്നത് അല്ലേ. തേർഡ് ടേം അതായത് AR² ആണ് 4. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടാ നമുക്ക്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ആണ് നമ്മളോട് ചോദിച്ചേക്കുന്നത്. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ശ്രദ്ധിക്കണേ. അപ്പൊ നമുക്ക് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള GP എങ്ങനെ എഴുതുന്നത് നമുക്കറിയാം. AR² 5 ടേംസ് എഴുതാൻ. ഇപ്പൊ 3 ടേംസ് ആയി. AR³ AR⁻4 ഇതാണ് നമ്മുടെ 5 ടേംസ്. 1 2 3 4 5. ഓക്കെ, ഈ 5 ടേംസിന്റെ പ്രോഡക്റ്റ് ആണ് കണ്ടുപിടിക്കേണ്ടത്. പ്രോഡക്റ്റ് ഒന്ന് എടുത്ത് നോക്കാം. പ്രോഡക്റ്റ് ഒന്ന് എടുത്തേ. A × AR × AR² × AR³ × AR⁻4 is equal to ശ്രദ്ധിക്കണേ. A × എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5 പ്രാവശ്യം. അപ്പൊ A⁻5 വരും. ഓക്കെ ആണേ. സോ R⁻ പവർ എല്ലാം കൂട്ടിയാൽ പോരെ. ആറിന്റെ പവറുകൾ കൂട്ടുമ്പോൾ 2 1 3 3 3 6 6 4 10. ശരിയല്ലേ? A⁻5 R⁻10 എന്ന് വരത്തില്ലേ? ശ്രദ്ധിച്ചിരിക്കണേ. A എത്ര പ്രാവശ്യം ഉണ്ട്? 1 2 3 4 5 പ്രാവശ്യം ഉണ്ട്. അപ്പൊ A⁻5. ശ്രദ്ധിക്കണേ, ആറിന്റെ പവർ എല്ലാം കൂടെ കൂട്ടിയാൽ മതി. 4 3 7 2 9 1 10 R⁻10. ഇതിനെ നമുക്കിനി എങ്ങനെ എഴുതാം? ഒരു ⁻5 നമുക്ക് ഔട്ട്സൈഡ് എടുക്കാമല്ലോ. അതായത് ഇതിനെ AR² എന്ന് എഴുതാം. ശരിയല്ലേ? AR² നമ്മളിങ്ങനെ പഠിച്ചിട്ടുണ്ട്. A × B (n) എന്ന് പറഞ്ഞാൽ എന്താണ്? A⁻n × B⁻n ആണ് അല്ലെ. അപ്പൊ അതനുസരിച്ച് നമുക്ക് 2 പേർക്ക് സെപ്പറേറ്റ് പവർ കൊടുക്കുകയാണെങ്കിൽ A⁻5 × R²⁻5. നമുക്കറിയാം A⁻m(n) എന്ന് പറയുന്നത് എന്തുവാ? A⁻m × n ആണ് അല്ലെ. അപ്പൊ R²⁻5 എന്ന് പറഞ്ഞാൽ R⁻2 × 5 R⁻10 തന്നെ നമുക്ക് തിരിച്ചു കിട്ടും. ഓക്കെ ആണേ. ഇനി ശ്രദ്ധിച്ചേ, AR² നമ്മുടെ കയ്യിലുണ്ട്. AR² എന്തുവാ? 4 അല്ലെ. AR² 4 നമ്മുടെ കയ്യിലുണ്ട്. അപ്പൊ ഈ AR² പ്ലേസിലോട്ട് എന്ത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം? നമുക്ക് 4 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. സോ ദിസ് ഈസ് ഈക്വൽ ടു 4⁻5. 4⁻5 വേണ്ട. ഓപ്ഷൻ B ആണ് ആൻസർ വരുന്നത്. ഓപ്ഷൻ B 4⁻5 ആണ് ആൻസർ വരുന്നത്. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇത് വേണമെങ്കിൽ നമുക്കൊന്ന് സ്റ്റാൻഡേർഡ് ആയിട്ട് ഓർത്ത് വെക്കുകയാണെങ്കിൽ നല്ലതാണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന മോഡൽ ആയതുകൊണ്ട് നമുക്കൊന്ന് ഓർത്ത് വെക്കുകയാണെങ്കിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അതായത് ഒരു GPയുടെ ഏത് GP ആയിക്കോട്ടെ, ആദ്യത്തെ 5 ടേംസ് ഗുണിക്കുന്നത് അതിൻ്റെ തേർഡ് ടേം ⁻5 ആയിരിക്കും. ദ പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എ GP ഈസ് എന്താണ്? തേർഡ് ടേം ⁻5. തേർഡ് ടേം ⁻5 ആയിരിക്കും. ശരിയല്ലയോ? ഒരു GPയുടെ ആദ്യത്തെ 5 ടേം ഗുണിക്കുകയാണെങ്കിൽ AR² എന്ന് പറഞ്ഞാൽ തേർഡ് ടേം ആണ്. തേർഡ് ടേം ⁻5 ആയിരിക്കും. അതൊന്ന് നോട്ട് ചെയ്ത് വെക്കുകയാണെങ്കിൽ നല്ല ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. നോട്ടായിട്ട് തന്നെ നിങ്ങൾ എഴുതിക്കോ. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എ GP നോട്ടായിട്ട് എഴുതണേ. പ്രോഡക്റ്റ് ഓഫ് ഫസ്റ്റ് 5 ടേംസ് ഓഫ് എനി GP, ഏത് GP ആയിക്കോട്ടെ, ഓഫ് എനി GP ഈസ് ഈക്വൽ ടു തേർഡ് ടേം ⁻5 ആയിരിക്കും. ഒരു GPയുടെ ആദ്യത്തെ 5 ടേംസിന്റെ പ്രോഡക്റ്റ് എന്തായിരിക്കും? തേർഡ് ടേം ⁻5 ആയിരിക്കും. തേർഡ് ടേം ⁻5. ഇത് അറിഞ്ഞിരുന്ന വളരെ ഫ്രാക്ഷൻ ഓഫ് സെക്കൻഡ്സ് കൊണ്ട് നമുക്ക് ആൻസർ ചെയ്യാം. ഒറ്റ നോട്ടത്തിൽ തന്നെ നമുക്ക് ഉത്തരത്തിലേക്ക് വരാം. ഇങ്ങനെ ചെയ്ത് നോക്കേണ്ട ആവശ്യമില്ല. ഇത് സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന മോഡൽ ആയതുകൊണ്ട് നമുക്ക് ഒറ്റ നോട്ടത്തിൽ തന്നെ ഉത്തരത്തിലേക്ക് വരാനായിട്ട് പറ്റും. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ.
ദ ഫസ്റ്റ് ടേം ഓഫ് എ ജി പി ഈസ് 1. അപ്പോൾ ജി പിയുടെ ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് 1 ആണ്. ഫസ്റ്റ് ടേം എന്ന് പറയുന്നത് എ ആണ് അല്ലെ. എ ഈസ് ഈക്വൽ ടു 1. സം ഓഫ് ദ തേർഡ് ടേം ആൻഡ് ഫിഫ്ത്ത് ടേം ഈസ് 90. ജി പിയുടെ തേർഡ് ടേമും ഫിഫ്ത്ത് ടേമും കൂടെ കൂട്ടുന്നത് 90 ആണ് അല്ലെ. തേർഡ് ടേം എന്ന് പറഞ്ഞാൽ എന്തുവാ? എ ആർ സ്ക്വയർ അല്ലെ. എ ആർ സ്ക്വയർ ഇപ്പോൾ നമ്മൾ പറഞ്ഞ കാര്യം. ഫിഫ്ത്ത് ടേം എന്ന് പറഞ്ഞാൽ എന്ത് വരും? എ ആർ റൈസ് ടു 4 അല്ലെ. എ ആർ റൈസ് ടു 4. അത് കൂട്ടുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? 90. നമുക്കറിയാം nth ടേം എന്ന് പറയുന്നത് എന്താണ്? എ ആർ റൈസ് ടു n - 1 ആണ്. nth ടേം എന്ന് പറഞ്ഞാൽ എ ആർ റൈസ് ടു n - 1 ആണ്. അപ്പോൾ അതനുസരിച്ച് ഫിഫ്ത്ത് ടേം എന്ന് പറയുമ്പോൾ എ ആർ റൈസ് ടു 5 - 1 എ ആർ റൈസ് ടു 4 അല്ലേ. പിന്നെ തേർഡ് ടേം എന്ന് പറയുമ്പോൾ എ ആർ റൈസ് ടു 3 - 1 എ ആർ സ്ക്വയർ. ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വേണ്ട നമുക്ക് ഫസ്റ്റ് ടേം 1 ആണ് തന്നിട്ടുണ്ടല്ലേ. വേണ്ട ആ ഫസ്റ്റ് ടേം എ കാണുന്ന സ്ഥലത്തോട്ട് 1 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തേ. ദിസ് സിംപ്ലൈസ് എക്ക് വരെ 1 കൊടുത്താൽ 1 × r സ്ക്വയർ 1 × r റൈസ് ടു 4 ഇസ് ഈക്വൽ ടു 90. സോ r സ്ക്വയർ പ്ലസ് r റൈസ് ടു 4 ഇസ് ഈക്വൽ ടു നമുക്ക് എന്ത് കിട്ടി? 90 കിട്ടി. ഇനി കോമൺ റേഷ്യോ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഇനി ഇത് സോൾവ് ചെയ്യാനായിട്ട് ബുദ്ധിമുട്ടുണ്ട്. നമ്മുടെ 4 ഓപ്ഷൻ ഉണ്ട്. ഓരോ ഓപ്ഷനായിട്ട് കൊടുത്തു നോക്കാം. ഏത് ഓപ്ഷനാണോ ഈ ഇക്വേഷൻ സാറ്റിസ്ഫൈ ചെയ്യുന്നത് അതായിരിക്കും കോമൺ റേഷ്യോ. ഫസ്റ്റ് ഓപ്ഷൻ കൊടുക്കുമ്പോൾ എന്ത് വരും? ഫസ്റ്റ് ഓപ്ഷൻ ആറിന് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 റൈസ് ടു 4 അല്ലേ. ആറിന്റെ പ്ലേസിലോട്ട് 1 കൊടുത്താൽ 1 സ്ക്വയർ പ്ലസ് 1 റൈസ് ടു 4 90 കിട്ടുമോ? 1 + 1 2 അല്ലേ കിട്ടത്തുള്ളൂ. നോട്ട് ഈക്വൽ ടു 90. ഫസ്റ്റ് ഓപ്ഷൻ അല്ല. സെക്കൻഡ് ഓപ്ഷൻ 2 സ്ക്വയർ പ്ലസ് 2 റൈസ് ടു 4. 2 സ്ക്വയർ എന്ന് പറഞ്ഞാൽ 4 ആണ്. 2 റൈസ് ടു 4 16. കൂട്ടിയ 90 കിട്ടുമോ? ഇല്ല. നോട്ട് ഈക്വൽ ടു 90. ഇപ്പൊ സെക്കൻഡ് ഓപ്ഷൻ അല്ല. ഇനി അടുത്ത എന്ത് ചെക്ക് ചെയ്യാം? തേർഡ് ഓപ്ഷൻ ചെക്ക് ചെയ്യാം. കോമൺ റേഷ്യോക്ക് വരെ 3 സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പൊ എന്ത് വരും? 3 സ്ക്വയർ പ്ലസ് 3 റൈസ് ടു 4 3 സ്ക്വയർ 9 3 റൈസ് ടു 4 81. 81ഉം 9ഉം കൂടെ കൂട്ടി 90 കിട്ടുന്നുണ്ട്. 90 കിട്ടി. ഇപ്പോൾ ഓപ്ഷൻ സി ആണ് ആൻസർ. ഓപ്ഷൻ സി ആണ് ആൻസർ എന്ന് നമുക്ക് കൺഫേം ചെയ്യാം. ക്ലിയർ ആണേ? ഇത് ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ ആണ്. സ്ഥിരം റിപ്പീറ്റ് ചെയ്യുന്ന മോഡലാണ്. അടുത്ത ക്വസ്റ്റ്യൻ അനദർ ഇമ്പോർട്ടൻറ്റ് ക്വസ്റ്റ്യൻ. വളരെ സിമ്പിൾ ആയിട്ട് നിങ്ങൾക്ക് കിട്ടുന്ന ക്വസ്റ്റ്യൻ ആണ്. 2/3 K 5/8 R in AP. ഇവർ 3 പേരും എന്തിലാണ്? അരിത്തമെറ്റിക് പ്രോഗ്രഷനിലാണ്. അരിത്തമെറ്റിക് പ്രോഗ്രഷൻ. അങ്ങനെയാണെങ്കിൽ വാല്യൂ ഓഫ് K എന്താണെന്നാണ് ക്വസ്റ്റ്യൻ. നമ്മൾ പഠിച്ചിട്ടുണ്ട് ABC R in AP ആണെങ്കിൽ A, B, C R in AP ആണെങ്കിൽ 2B is equal to A plus C ആണ്. എന്താണ്? 2B is equal to A plus C ആണ്. ഇതുമായിട്ട് ചേർത്ത് വെച്ച് ജി പി എല്ലാം പഠിച്ചോണം. ABC R in GP ആണെങ്കിലോ ABC R in GP ആണെങ്കിലോ B square equal to AC ആണ്. B square is equal to AC. ഇത് രണ്ടും ഇമ്പോർട്ടൻ്റ് ആണ്. കറക്റ്റായിട്ട് പഠിച്ചു വെക്കുക. ഇത് തമ്മിൽ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും അരിത്തമെറ്റിക് മീനും ജോമെട്രിക് മീനും ഒക്കെ കണക്ട് ചെയ്യുന്ന ക്വസ്റ്റ്യൻസും എക്സാമിന് ഇമ്പോർട്ടൻ്റ് ആണ്. And ആ ഒരു കണ്ടീഷൻ അപ്ലൈ ചെയ്താൽ ആൻസർ ആയി. 2B equal to A plus C. 2 times of the middle number is first number plus third number. അതായത് ഈ 2B equal to A plus C ഇത് ABC ആയിട്ട് എടുത്തിട്ട് 2B equal to A plus C എന്നുള്ള കൺസെപ്റ്റ് അപ്ലൈ ചെയ്യുക. 2B എന്ന് പറയുമ്പോൾ 2K is equal to A plus C. A plus C എന്ന് പറയുമ്പോൾ എന്താണ്? 2/3 plus 5/8. ഓക്കെ ആണേ? നമുക്ക് ക്രോസ് ചെയ്യാം. 16 പ്ലസ് 15/24 6 5 11 ശിഷ്ടം 1 1 2 1 3 31/24. ഇത് 2K ആണേ. 2K ഈസ് ഈക്വൽ ടു 31/24. K കണ്ടുപിടിക്കണമെങ്കിൽ 2 കൂടെ താഴോട്ട് ഇറങ്ങും. K ഈസ് ഈക്വൽ ടു 31/24 ഗുണം 2 എത്ര വരും? 48. 31/48. ഓപ്ഷൻ ബി ആണ് ആൻസർ വരിക. K ഈസ് ഈക്വൽ ടു എന്താണ്? 31/48. ഓക്കെ, ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. ഇതെല്ലാം പ്രധാനപ്പെട്ട ക്വസ്റ്റ്യൻസ് ആണ്. കറക്റ്റായിട്ട് ചെയ്ത് പഠിക്കുക. ഇതേപോലെയുള്ള NDAക്കുള്ള ഉപകാരപ്രദമായ ക്വസ്റ്റ്യൻസുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. അണ്ടിൽ ദെൻ ടാറ്റ ബൈ ബൈ സി.